ഇപ്പം നമ്മൾ കാണുന്നത് നടൻ ശങ്കറാണ്. മലയാളം സിനിമയിലെ ആദ്യകാല നായകന്മാരിൽ ഒരാളായിരുന്നു ശങ്കർ. ശങ്കർ നായകനായിട്ടിരിക്കുമ്പോഴാണ് മലയാളം സിനിമയിലെ അഭിനയ ചക്രവർത്തിയായിട്ടുള്ള മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ വില്ലൻ വേഷം ചെയ്യാനായിട്ട് വരുന്നത്. പിന്നീട് അതെങ്ങനെയാണ് അങ്ങനെ മാറി മറിഞ്ഞതെന്നുള്ളത് ആർക്കും അറിയില്ല. ശങ്കർ സിനിമയിൽ നിന്ന് ഔട്ടായി, മോഹൻലാൽ നായകനുമായി. സിനിമ കാപട്യം നിറഞ്ഞിട്ടുള്ള ലോകമാണ്. അവിടെ സത്യത്തിന് ഒരു വിലയുമില്ല. ഒരാൾക്ക് നായകനാവണമെന്നുണ്ടെങ്കിൽ അത് കഴിവുകൊണ്ട് മാത്രം ഒരാൾ നായകനാവില്ല. കാരണം സിനിമയിൽ ഒരാൾ നായകനാവണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് സംവിധായകനും നിർമ്മാതാവും കലാസംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെയാണ്. അവർ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ഒരു സിനിമയുടെ വിഷയമാണ്. രണ്ടാമത്തെ സിനിമ വരുമ്പോൾ വീണ്ടും നായകനാവണം എന്നുണ്ടെങ്കിൽ ആ നടൻ അതുപോലെ വിപണന മൂല്യമുള്ള ഒരു നടനായിരിക്കണം. മാത്രമല്ല സിനിമാക്കാരുടെ രഹസ്യമായിട്ടുള്ള ഇംഗിതങ്ങൾക്ക് ചലിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരിക്കണം. കാരണം ഒരു സിനിമാ സെറ്റിൻ്റെ ഉള്ളിൽ അഭിനയം മാത്രമല്ല നടക്കുന്നത്, കള്ളപ്പണം ഒഴുകുന്നുണ്ട്, മയക്കുമരുന്ന് ഒഴുകുന്നുണ്ട്, പെണ്ണുവാണിപ്പം നടക്കുന്നുണ്ട്, പെണ്ണുകൂട്ടിക്കൊടുക്കൽ നടക്കുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാരുടെ പലതരത്തിലുള്ള രഹസ്യമായിട്ടുള്ള കലാപരിപാടികൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സിനിമ ഒരു പുറമോടിയാണെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥാപക താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, വാണിജ്യ താല്പര്യങ്ങൾ, ശാരീരിക താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും സിനിമയിൽ നായകനായിട്ട് മുന്നോട്ട് വരിക. സ്ഥിരമായിട്ട് മോഹൻലാൽ നായകനായിട്ട് സ്ഥിരമായി മുന്നോട്ട് വരികയും ശങ്കർ ഔട്ടാവാൻ കാരണം അതാണ്. കഴിവുകൊണ്ട് മാത്രം ഒരാൾക്ക് സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം സിനിമയിൽ സത്യം, നീതി, ന്യായം, ധർമ്മം ഒന്നുമില്ല. ശങ്കർ നല്ല കഴിവുള്ളൊരു നടനാണ്. ഒരുപാട് മലയാളം സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ 200 സിനിമകളോളം വർക്ക് ചെയ്തിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം കൂടി ചേർത്തിട്ട്. ഇപ്പോൾ UK താമസിക്കുന്നത്. ഇപ്പോൾ സിനിമയിൽ വലിയ സജീവ പങ്കാളിത്തമൊന്നുമില്ല. മലയാളം സിനിമയിൽ നിന്ന് ഔട്ടായി. നായകനാകത്തക്ക നിലയിൽ ശങ്കറിനെ വെച്ചുകൊണ്ട് പിന്നെ പടം ചെയ്യാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല. മോഹൻലാലിനെക്കാട്ടും കാണാൻ ഭംഗിയുള്ളതാണ് ശങ്കർ. പക്ഷേ അതെങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു പോയി, വില്ലനായിട്ടുള്ള ആൾ പിന്നെ സ്ഥിരമായ മലയാളം സിനിമയിലെ നായകനായിട്ട് എങ്ങനെ മാറി എന്നുള്ളത് ഇന്നും ഒരു ദുരൂഹതയാണ്. സിനിമയിലുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ കളികളാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. സിനിമ നമ്മൾ കാണുന്ന പോലെ പവിത്രമായ ഒരു മേഖലയല്ല. അതിൻ്റെ പുറകിൽ ഒരുപാട് കളികൾ നടക്കുന്നുണ്ട്.